ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോയും ആയിട്ടാണ്. ഈ കാണിച്ചിരിക്കുന്ന നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു കട്ടിങ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണുക. അല്ലെങ്കിൽ ഓരോ പീസും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. എന്തിനൊക്കെ പീസസ് വേണം ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ആ കട്ടിങ് വീഡിയോ കണ്ടതിന് ശേഷം ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ ആ ഒരു പാർട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിതുപോലൊരു കട്ട് ചെയ്ത് വെച്ച പീസ് നമ്മളിതുപോലെ ഒരു കെട്ടാക്കിയിട്ടാണ് വെച്ചിരുന്നത്. ഇതിലെല്ലാ പീസസും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. ഒരു പീസ് നമ്മുടെ അടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കെട്ടി വയ്ക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ ബാക്കിലെ നെക്ക് പൈപ്പ് ചെയ്യാനുള്ള ഒരു പീസാണ്. അതിതുപോലൊരു ചെറിയ പീസാണ്. ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഈ തയ്ച്ച ഭാഗത്ത് ഈ രണ്ടും കൂടി ഇരിക്കുന്നത് നമ്മളിതുപോലെ വിടർത്തി കൊടുക്കുക. തയ്ക്കുമ്പോൾ രണ്ടിടത്തും ഒരുപോലെ കട്ടി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു മടക്ക് മതിയാവും. നമ്മുടെ ബാക്കിലെ കഴുത്ത് പൈപ്പ് ചെയ്യാനുള്ള ആ ഒരു പീസാണ്. അത് തയ്ച്ച് മാറ്റി വയ്ക്കാം. നമ്മളിതുപോലെ ആദ്യം തയ്ച്ച് മാറ്റി വയ്ക്കാനുള്ള എല്ലാ സംഭവങ്ങളും ആദ്യം തന്നെ ക്ലീൻ ആക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നൈറ്റി ഫ്രോക്കിൻ്റെ പണി തുടങ്ങുമ്പം ഓരോന്നെടുത്ത് തയ്ച്ച് കൊടുത്താൽ മതിയാവും. ഇത് കുറച്ചുകൂടെ വീതി കുറച്ച് കൊടുക്കുക കേട്ടോ. ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള പൈപ്പിങ്ങിന് ആവശ്യമുള്ള ആ ഒരു വിഡ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വരുന്നത് ഫ്രണ്ടിലെ കഴുത്ത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പീസാണ്. ഈ പീസസ് എല്ലാം എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണാം കേട്ടോ. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്ന് വട്ടത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതും തയ്ച്ച ഭാഗം നമ്മൾ വിടർത്തി കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ വരുന്ന നൂലുകളെല്ലാം നമ്മൾ അപ്പാപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ.
അടുത്തത് നമ്മൾ നൈറ്റി ഫ്രോക്കിൻ്റെ ആ ഒരു നോട്ടിന്, അതായത് കയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പീസാണ് എടുക്കുന്നത്. അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമ്മൾ കയറ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇട്ടാൽ മതിയാവും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഓരോ പാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മറിക്കുക, പുറം മറിച്ച് വയ്ക്കുക കേട്ടോ. ഇതുപോലെ നല്ല ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സിസേഴ്സിൻ്റെ ആ ഒരു പാർട്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷാർപ്പായിട്ട് തള്ളി കൊടുക്കുക. ഇനി നമ്മൾ ഈ പുറം ഭാഗം വെച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഷാർപ്പായിട്ട് ഉന്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ വൃത്തിയിൽ കിട്ടും. ഇനി അവിടെ നമ്മൾ ഒന്നുകൂടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ തയ്ച്ച ആ പാർട്ട് തന്നെയാണ് കേട്ടോ. അത് പുറം മറിച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മളൊരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് അവിടെ മുതൽ ഇനി നമ്മളിത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പാർട്ട് ആദ്യം മടക്കിയിട്ട് പിന്നെ താഴത്തേക്ക് മടക്കി കൊടുക്കുക. അവിടെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ തയ്ക്കാതെ വിട്ടിരിക്കുന്ന ആ ഭാഗം നമ്മൾ ആദ്യം ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് ലെങ്ത്തിൽ നമ്മളിതുപോലെ 2 പാർട്ടും മടക്കിയിട്ട് വൃത്തിയിൽ തയ്ച്ചു കൊടുക്കുക. ഫുൾ ലെങ്ത്ത് തയ്ച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടുകൾ വെച്ചിട്ട് തയ്ച്ചാൽ മതിയാവും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്ലീൻ ആയിട്ട് കിട്ടുക. കൈകൊണ്ട് മടക്കി തേച്ച് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. പിന്നീട് ഇതുപോലെ മറ്റേ സൈഡും തയ്ച്ചു കൊടുക്കുക. ഇപ്പം നമുക്കൊരു ഷീറ്റ് ടൈപ്പ് കയറാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സാധാ ചെയ്യുന്നതിനേക്കാളും ക്ലീൻ ആയിട്ടുള്ള ഒരു കയറാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എംബ്രോയ്ഡറി ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ 2 പീസസ് കിട്ടിയിട്ടുണ്ട്. ആ പീസസ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുക. എംബ്രോയ്ഡറി ഫ്രിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്കിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഫ്രിൽസ് ആണ് കേട്ടോ. എന്ത് തയ്ക്കുമ്പോഴും നമ്മൾ ആദ്യം അവസാനം കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ എംബ്രോയ്ഡറി ഫ്രിൽസിനുള്ളത് ജോയിൻ ചെയ്യുക കേട്ടോ. ഇതുപോലെ വിടർത്തി കൊടുക്കുക. നമ്മൾ ഈ ജോയിൻ ചെയ്ത പാർട്ടാണിത് കേട്ടോ. ഇനി നമ്മൾ ഈ എംബ്രോയ്ഡറി ഫ്രിൽസിൽ ലേസ് വയ്ക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ്. തുണിയുടെ ആ ഒരു അറ്റം വരുന്ന രീതിയിലാണ് നമ്മൾ എംബ്രോയ്ഡറി ഫ്രിൽസ് കട്ട് ചെയ്യുന്നത്.
അപ്പം ആ ഒരു നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ ലേസ് വെക്കാൻ വേണ്ടിയിട്ട് ലേസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ലേസ് നമ്മുടെ തുണിയുടെ താഴെ വെച്ച് കൊടുക്കുക, എന്നിട്ട് തയ്ക്കുക കേട്ടോ. അറ്റം ചേർത്ത് അടിക്കുക, കൂടുതൽ സ്പേസ് വിടാതെ തയ്ച്ചെടുക്കുക. ആ ഒരു എംബ്രോയിഡറി ഫ്രിൽസിൻ്റെ ഹോൾ ലെങ്ത്തിൽ നമ്മളിത് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കയ്യിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. കയ്യിന് വേണ്ടി കട്ട് ചെയ്ത പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു എൻഡിങ് സൈഡ്, കൈ എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇലാസ്റ്റിക് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ 2 സ്റ്റിച്ച് ഇടണം കേട്ടോ. ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചാണ് ഇടുന്നത്. ഇലാസ്റ്റിക് നല്ലോണം വലിച്ച് പിടിച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഇതുപോലെ ഒരേ ലൈനിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇലാസ്റ്റിക്കിൻ്റെ അറ്റം ചേർത്ത് തയ്ക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് സൈഡിലും സ്റ്റിച്ച് ഇടുക കേട്ടോ. കയ്യിനെപ്പോഴും ക്വാളിറ്റി ഇലാസ്റ്റിക്സ് വെച്ച് കൊടുക്കുന്നതാവും നല്ലത്. കാരണം ആ ഒരു പാർട്ടൊക്കെ അവിടുത്തെ ഇലാസ്റ്റിക് പെട്ടെന്ന് കേടുവരുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത് പഴകുന്ന ഒരു സ്പേസാണ് കയ്യിൻ്റെ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ക്വാളിറ്റി ഇലാസ്റ്റിക്സ് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ സെക്കൻഡ് ലൈനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ കൈയും ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ താഴെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഫ്രിൽസിൻ്റെ ആ ഒരു പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു നൈറ്റി ഫ്രിൽസിൻ്റെ പാർട്ട് ജോയിൻ ചെയ്യുമ്പം കുറച്ച് വീതിയിൽ തന്നെ സ്പേസ് വിട്ടിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ഒരു ഡബിൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഫ്രിൽസിൻ്റെ ഹോൾ ലെങ്ത്തിൽ നമ്മൾ ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ.
നമ്മൾ ആ ഒരു ജോയിൻ ചെയ്ത പാർട്ട് എത്തുമ്പം അതൊന്ന് വിടർത്തി വെച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ജോയിൻ ചെയ്ത പാർട്ട് വിടർത്തി വെച്ചിട്ട് തയ്ക്കുക കേട്ടോ. ഒരു ഭാഗത്തേക്ക് മാത്രം ആയി കഴിഞ്ഞാൽ കുറച്ചൊരു നീറ്റ്നെസ് കുറവുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വിടർത്തി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ ഫുൾ ഫ്രിൽസ് തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ നൈറ്റി ഫ്രിൽസിന് ആ ഒരു മടക്കുകൾ വെച്ച് കൊടുക്കുകയാണ്. അത് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം വലിയ സൂചി, തുന്നൽ സൂചിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ മടക്കുകൾ വെച്ച് വെച്ച് തയ്ച്ചെടുക്കുക. നമ്മൾ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സമയമെടുത്ത് തന്നെ വൃത്തിക്ക് പതുക്കെ ചെയ്ത് കൊടുക്കുക. ഫ്രിൽസിൻ്റെ ഹോൾ ലെങ്ത്തിൽ ഇതുപോലെ നമ്മൾ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നൈറ്റി ഫ്രോക്കിൻ്റെ ബോഡിയിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ, ഫ്രണ്ടിലെ കഴുത്താണ്. അതിനാദ്യം ഇതുപോലെ നമ്മൾ എംബ്രോയ്ഡറി ഫ്രിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തെടുത്ത് ആ ലേസ് വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ലേസ് വെച്ച പാർട്ട് അല്ലാത്ത പാർട്ട് നമ്മൾ നെക്കിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യത്തെ കുറച്ച് പാർട്ട് നമ്മളിങ്ങനെ ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആ ഒരു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് തുന്നൽ സൂചിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എന്ത് ഒബ്ജക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ഇതുപോലെ ഫ്രിൽസ് ചെയ്ത് കൊടുക്കുക. ഈ ഫ്രിൽസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളിപ്പം ഇതൊരു നെക്ക് വെക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വൃത്തിക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ മുഴുവനും ഇത് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാം ഞാൻ സ്പീഡ് ആൾട്ടർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വൃത്തിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സമയമെടുത്ത് തന്നെ മനസ്സിലാക്കിയിട്ട് തയ്ച്ച് നോക്കുക. ഇങ്ങനെ കഴുത്ത് സർക്കുലറായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇങ്ങനെ വളച്ചെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു നെക്കിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ഈ ഒരു ഫ്രിൽസും വെച്ചിട്ട് ചെയ്യാം. എംബ്രോയ്ഡറി ഫ്രിൽസിൻ്റെ പീസും ആ നെക്കിൻ്റെ പീസും പെരിഫറൽ ആയിരിക്കണം. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഈ നെക്കിൻ്റെ ആ ഒരു മറ്റേ സൈഡിലും നമ്മൾ ഇതുപോലെ കുറച്ച് സ്പേസ് വിടുന്നുണ്ട്. ഷോൾഡറിൻ്റെ കുറച്ച് താഴെ ആയിട്ട് ഈ ഫ്രിൽസ് വെക്കുന്നത് അവസാനിപ്പിക്കുക കേട്ടോ. എന്നിട്ട് പ്ലെയിൻ ആയിട്ട് തന്നെ തയ്ച്ചു കൊടുക്കുക. നമ്മൾ തുടങ്ങുമ്പോൾ ചെയ്ത പോലെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ വൃത്തിക്ക് പാരലലായിട്ട് വെച്ചിട്ട് എൻ പോർഷൻ ഫ്രിൽസ് ഇല്ലാതെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കി വരുന്ന ആ ഒരു പീസ് ഒഴിവാക്കി കൊടുക്കുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ,
അടുത്തത് നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്കിന് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് ഇതിന് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു സൈഡ് തയ്ച്ച ഭാഗം ആ ഒരു ലേസിൻ്റെ പാർട്ടിലേക്ക് ആക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. തുണിയുടെ പുറം ഭാഗത്ത് നിന്ന് തയ്ക്കുക കേട്ടോ. രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ അറ്റം ചേർത്ത് തയ്ച്ചു കൊടുക്കുക. ഇത് ചെയ്യുമ്പം ആ ഒരു ഫ്രിൽസ് ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രിൽസ് ഉള്ളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫ്രിൽസ് തയ്ച്ചതെല്ലാം വൃത്തിക്ക് വെച്ചിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. അങ്ങനെ കഴുത്ത് മുഴുവനായിട്ട് ഇത് തയ്ക്കുക കേട്ടോ. ഇപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ബാക്കി വരുന്ന പാർട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എപ്പോഴും ഇതുപോലെ ഫ്രിൽസ് ആയാലും പൈപ്പിംഗ് ചെയ്യാനുള്ള പീസ് ആയാലും കുറച്ച് കൂടുതൽ എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പൈപ്പ് ചെയ്യുമ്പം വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത പാർട്ടിൽ നമുക്ക് ഇതുപോലെ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. കഴുത്തിൻ്റെ ഹോൾ ലെങ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ കട്ട് സ്റ്റിച്ചിൽ തട്ടാതെ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കഴുത്തിൽ പൈപ്പിംഗ് ചെയ്യുന്നത്. താഴത്തെ ആ ഒരു പീസിലും സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇതാ ഫ്രണ്ടിലെ കഴുത്ത് നമുക്കിങ്ങനെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിലെ കഴുത്തും നമ്മൾ ഇതുപോലെ ആ ഒരു പാർട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ ബാക്കിലെ കഴുത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒരു പീസ് മുറിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു. അതും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ നെക്ക് മടക്കിയിട്ട് ഫ്രണ്ടിലെ ആ ഒരു ബോഡി പാർട്ടും ബാക്കിലെ ബോഡി പാർട്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഷോൾഡർ പാർട്ട് നമ്മൾ മടക്കി ചെയ്ത് കൊടുക്കാം. മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തരുന്നതാണ്. ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് അറിയുമായിരിക്കും, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഇതിൽ നല്ല ഏതൊരു പാർട്ടിലായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക, നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ ഇതുപോലെ നമുക്ക് ഈ 2 ഷോൾഡേഴ്സും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ ഷോൾഡറും ചെയ്തെടുക്കുക കേട്ടോ. ബാക്കി വരുന്ന ആ ഒരു നൂലെല്ലാം അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക. ഇതുപോലെ സെക്കൻഡ് ഷോൾഡറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ 2 ഷോൾഡറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കിയിട്ട് നമ്മുടെ ആ ഒരു കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലെ കഴുത്ത് മാത്രമേ നമ്മൾ മടക്കി അടിച്ചിട്ടുള്ളൂ. ആ ഒരു ബാക്കിലെ കഴുത്തൂടെ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടാവും. ഇതുപോലെ ക്ലീൻ ആയിട്ട് ചെറിയ ചെറിയ പാർട്ട് വീതം തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇത് സർക്കുലർ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യാം. ചെറിയ ചെറിയ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുക. സമയമെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ ആ ഒരു നെക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നൈറ്റി ഫ്രോക്കിന് സ്ലീവ്സ് വെച്ച് കൊടുക്കുകയാണ്. സ്ലീവ്സ് നമ്മൾ ഇതുപോലെ ഒരു എൻഡിൽ നിന്ന് തുടങ്ങുക. നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു എൻഡ് പാർട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് തന്നെ വെച്ച് കൊടുക്കുക. സെൻറ്ററിലേക്ക് എത്തുമ്പം നമ്മൾ ആ പഫ് സ്ലീവ്സിൻ്റെ ഞൊറികൾ വെച്ച് കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ട് തന്നെ സ്ലീവ്സ് വെക്കാൻ തുടങ്ങുക. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ആ ഒരു തുന്നൽ സൂചി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇതുപോലെ ഞൊറികൾ വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞൊറികൾ വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം തയ്ച്ചാലും മതിയാവും. തുടക്കക്കാർക്ക് അതായിരിക്കും എളുപ്പം കേട്ടോ. ഇതുപോലെ ആ സെൻറ്റർ പോർഷനിൽ മാത്രം നമ്മൾ ഇതുപോലെ ഞൊറികൾ വെച്ച് കൊടുക്കുക. ബാക്കി പ്ലെയിൻ ആയിട്ട് തന്നെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ സെൻറ്റർ പോർഷനിൽ മാത്രം ഞൊറികൾ വെച്ചതിന് ശേഷം ബാക്കി പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 സ്ലീവ്സും ചെയ്തെടുക്കുക കേട്ടോ. നമ്മളൊരു സ്ലീവ്സിൻ്റെ ഒരു നോട്ടിൻ്റെ ഒക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ രണ്ടാമത്തതും നമ്മൾ ചെയ്തെടുക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ്സ് വരുന്നത്. ഇപ്പോൾ നല്ല പഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ സെക്കൻഡ് സ്ലീവും ചെയ്തെടുക്കുക.
ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് താഴത്തെ ആ ഒരു ഫ്രിൽസിൻ്റെ പാർട്ട് ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് പാരലലായിട്ട് വെച്ചിട്ട് നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് വിടാൻ ചാൻസ് ഉള്ള പാർട്സാണ്, അതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക, സ്പേസ് വിട്ട് തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രണ്ട് പാർട്ടും ആ ഒരു ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കുക. ആ ഒരു ഫ്രിൽസ് ഉള്ളിൽ കുടുങ്ങി മടക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. സമയമെടുത്ത് തന്നെ ചെയ്യുക. ഇത് ഞാൻ വീഡിയോ സ്പീഡാക്കിയിരിക്കുന്നതാണ്. നിങ്ങളിത് നല്ലോണം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കുക. തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെയാണ് വരുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ജോയിൻ ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്താലും മതിയാവും. ഇതുപോലെ ക്ലീൻ ആയിട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നൈറ്റി ഫ്രോക്കിൻ്റെ ആ ഒരു രണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അതിതുപോലെ ആ ഒരു സ്ലീവ്സിൻ്റെ പാർട്ടിൽ നിന്ന് തുടങ്ങുക കേട്ടോ. സ്ലീവ്സ് രണ്ടും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. കുറച്ച് സ്പേസ് വിട്ടിട്ട് എലാസ്റ്റിക് കൂടി ചേരുന്ന ആ ഒരു വിധത്തിൽ ജോയിൻ ചെയ്തെടുക്കുക. എലാസ്റ്റിക്സ് ചേരാതെ ഇത് ജോയിൻ ചെയ്യരുത് കേട്ടോ. ഇലാസ്റ്റിക് ഉള്ളിടത്ത് ഇതുപോലെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അണ്ടർ ആംസിൻ്റെ ആ ഒരു പാർട്ടിലും ഡബിൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് ജോയിൻ്റ് വിടാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയാസാണ്, അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നോട്ട് വയ്ക്കുന്ന പാർട്ടാവുമ്പോൾ നമ്മളവിടെ ഒരു നോട്ട് വെച്ച് കൊടുക്കുക. രണ്ട് പാർട്ട് നല്ല ഭാഗങ്ങൾ ഉള്ളിലേക്ക് ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ആ ഉള്ളിലേക്ക് ഈ ഒരു നോട്ട് വരുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. നോട്ട് വെച്ച് കൊടുക്കുക. നോട്ടിൻ്റെ പാർട്ടിൽ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നൈറ്റി ഫ്രോക്കിൻ്റെ താഴെ വരെ നമ്മൾ ചെയ്യാം. രണ്ട് പാർട്ടും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു കട്ടിങ് വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും ആ കമൻറ്റിന് വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നൈറ്റി ഫ്രോക്ക് വരുന്നത്. ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ.
നെക്ക് പാർട്ടും സ്ലീവ് പാർട്ടും എല്ലാം ഇതുപോലെ ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പം ഈ സ്ലീവ്സ് ഈ ഫ്രിൽസ് എല്ലാം നല്ല വൃത്തിക്ക് ഇരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു നൈറ്റി ഫ്രോക്കാണ് കേട്ടോ. അവർ തന്നെ തുണി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. എക്സൽ സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നോട്ടെല്ലാം ഡിഫറെൻറ്റ് ഒരു ഡിസൈനിലാണ് വന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫ്രിൽസ് എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെയാണ് നമ്മൾ നൈറ്റി ഫ്രോക്ക് ചെയ്യുന്നത്. നൈറ്റി ഫ്രോക്സ് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ.